കൈകൾ മാറോട് ചേർത്ത് വയ്ക്കുക. കാര്യം നല്ലവരുമായ കർത്താവേ, ഈ മക്കളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. കാരണം കർത്താവ് അടുത്ത 1 മണിക്കൂർ സമയം ഈ മക്കളോടൊത്ത് പ്രാർത്ഥിക്കുവാനും അങ്ങ് എന്നോട് പറയുന്നവ സംസാരിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ കൃപ ഈ മക്കൾക്ക് നൽകണമേ. കർത്താവേ, വചനം സംസാരിക്കുന്ന വേളയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവർക്ക് നൽകണമേ. നിന്റെ അരുവിയിലണഞ്ഞിടുവാൻ, നിന്റെ അരുവിൽ നിന്നുണുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കൂ നാഥ. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നുണുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ ശക്തി, നിന്റെ ശക്തിയിൽ അണഞ്ഞിടുവാൻ, നിന്റെ ശക്തിയിൽ നിന്നുകരാൻ, നിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ. കർത്താവിൽ പരിശുദ്ധാത്മാവിനെ അയക്കും. ഇവിടെ ഹൃദയങ്ങളെ അറിവ്, ജ്ഞാനം, ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ, നല്ല അമ്മേ, അടുത്ത നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളോടൊത്തുണ്ടായിരിക്കണമേ. കർത്താവേ, ഇവരോരോരുത്തരെയും അങ്ങ് അറിയുന്നുണ്ട്. തങ്ങളുടെ കുട്ടികൾ അങ്ങയുടെ പക്കലേക്ക് അങ്ങ് വിളിച്ചു. അതിൻ്റെ വേദന, സങ്കടം, സംശയം ഇതെല്ലാം മനസ്സിൽ കിടക്കുന്ന കർത്താവേ മക്കളെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ. ആന്തരികമായ സൗഖ്യം, വിമോചനം, കൃപ എല്ലാം നൽകണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഇവരെ ഞാനിപ്പോൾ കാണുന്നത് പുണ്യവതികളായിട്ടാണ്. ഈ പുണ്യവതികളോട് സംസാരിക്കാൻ എനിക്ക് യോഗ്യത തരണമേ, അനുഗ്രഹം തരണമേ. കർത്താവേ, മക്കളെ സന്തോഷത്തോടെ അങ്ങേക്ക് സമർപ്പിച്ചവരാണ്. ഈ സമർപ്പിതയുടെ മുമ്പിൽ കർത്താവേ, ഹൃദയം തുറന്ന ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ. ഈ നിമിഷം ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മക്കൾ നഷ്ടപ്പെട്ട എല്ലാ സ്ത്രീകളെയും, ഈ ഗ്രൂപ്പിൽ ഉള്ളവർ മാത്രമല്ല, കർത്താവേ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അപ്രകാരമുള്ള സ്ത്രീകളെയും സ്നേഹപൂർവ്വം അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത്. പ്രത്യേകമായി ഈശോയെ ഇപ്പോൾ ഈ സൂമിലുള്ള ഓരോരുത്തരെയും കടാക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി വചനം പറയുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈശോ കാണിച്ച ഒരു ബൈബിൾ വാക്യം പറഞ്ഞുകൊണ്ട് ഈ പങ്കുവയ്ക്കൽ ആരംഭിക്കുന്നു. സഖറിയ പ്രവാചകൻ അധ്യായം 12-10. ഒരു ക്ഷണങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വചനഭാഗമാണ്. സഖറിയ 12-10 വചനം. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറൂസലം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഇത് ഒരു പ്രവചന ഭാഗമാണ്. നിശ്ചയമായിട്ടും
ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുരിശിൽ കിടക്കുന്ന ഏകജാതനായ കർത്താവ് ഹൃദയം കുത്തി തുറക്കപ്പെട്ടു, ആളുകൾ അവനെ ഉറ്റുനോക്കുന്നു. അതെ, ഇവിടെ 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പറയുകയാണ്, ഏകജാതൻ അവന്റെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെടും. അപ്പോൾ അത് കൃപയുടെ അനുഗ്രഹത്തിന്റെ നീർച്ചാല് ചൈതന്യം ഒഴുകും. അത് അവിടെ നിൽക്കുന്നവര് ഏത് മനോഭാവത്തോടെ, പ്രിയ മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലെ മനോഭാവത്തോടെ, ഏകജാതനെ നഷ്ടപ്പെട്ട ആ ദുഃഖത്തോടെയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ എനിക്കറിയാം മുൻകൂട്ടി എന്നോട് സ്വപ്ന പറയുണ്ടായി. ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും തങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ചുകൂടി ഈ പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി. അതെ, നിങ്ങളെ ആത്മന ഞാൻ മനസ്സിലിപ്പോൾ കാണുകയാണ് മക്കളെ. ഞാൻ നിങ്ങളെ കാണുമ്പോൾ കാണുന്നത് വിശുദ്ധരെയാണ്. നിശ്ചയമായിട്ട് വിശുദ്ധർ എന്ന് പറയുന്നത് രൂപക്കൂട്ടിലിരിക്കുന്നവർ മാത്രമല്ല. നമ്മൾ കത്തോലിക്കൽ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചേക്കും. അല്ല, ഈ ലോകത്തുള്ള എല്ലാവരും വിശുദ്ധരാണ്, വിശുദ്ധരായിരിക്കണം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. 3 തരത്തിലുള്ള വിശുദ്ധരുടെ കൂട്ടായ്മയാണ് സഭ. ഒന്ന്, സ്വർഗത്തിൽ മഹത്വീകരിക്കപ്പെട്ട സഭ, അത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. ശുദ്ധീകരണത്തിൽ അത് കൂടുതൽ ശുദ്ധി ഉണ്ടാകാൻ ഈശോയെ മുഖത്തോട് മുഖം കാണാനായിട്ട് കിടക്കുന്ന വിശുദ്ധർ. ഈ ലോകത്തിൽ നമുക്കറിയാം, ജഡത്തോടും ലോകത്തോടും പിശാചിനോടും പോരാടുന്ന വിശുദ്ധർ, അതാണ് നമ്മൾ. അപ്പോൾ തിരുസഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ഇനി ആ വിശുദ്ധരിൽ വിവിധ ഗ്രേഡുകളുണ്ട്. അത് സഹനത്തിലൂടെ വിശുദ്ധി പ്രാപിക്കുന്ന കൂട്ടരുണ്ട്. അതുപോലെ തന്നെ പ്രസംഗത്തിലൂടെ, അത്ഭുത വരങ്ങളിലൂടെ വിശുദ്ധരാകുന്നവരുണ്ട്. സാധാരണ ജീവിതത്തിലൂടെ വിശുദ്ധരാകുന്നവരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വീട്ടമ്മയായിട്ട്, അല്ലെങ്കിൽ അപ്പനായിട്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട്, ആരായാലും ശരി, ഒരു സഭയിലെ വിശ്വസിക്കുന്ന വ്യക്തി വിശുദ്ധൻ അഥവാ വിശുദ്ധ ആയിരിക്കണം. ഹല്ലേലൂയ. ഈ വിശുദ്ധരാകുക എന്നത് വൈദികർക്കും അല്ലെങ്കിൽ കന്യാസികൾക്കും വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതല്ല. ഞാൻ സത്യമായിട്ട് പറയട്ടെ, എൻ്റെ കഴിഞ്ഞ 51 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അൽമേനികളായ വിശുദ്ധരെയാണ് വൈദികരും കന്യാസികൾ എന്നതിനേക്കാൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. അത് ഏറെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രശ്നങ്ങളും കുരിശുകളും സങ്കടങ്ങളും പേറിക്കൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പരസ്പരം സ്നേഹിച്ച് കഴിവുള്ളവരെയൊക്കെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ. ഞാൻ പലപ്പോഴും എന്നെ തന്നെ കത്താൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ 2 വിശുദ്ധർ എൻ്റെ അപ്പനും അമ്മയും. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ധാരാളം വിശുദ്ധരെ ജീവിക്കുന്നവരുടെ കാണാൻ സാധിക്കണം. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരാണ്, വിശ്വസിക്കൂ. അത് നിങ്ങളുടെ മുമ്പിലാണ് അത് ഞാൻ ഈ വചനം പങ്കുവെക്കൽ നടത്തുന്നത്. നിങ്ങളുടെ മനസ്സ് ആ കുരിശിലേക്കൊന്ന് ഒന്ന് നോക്കിക്കേ. ആ മാതാവ് അവിടെ നിൽക്കുന്നു. ഏകജാതൻ നഷ്ടപ്പെട്ട അമ്മ. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം വചനം 26. അതായത് മറ്റ് മറിയാമകളുടെ കൂടെ പരിശുദ്ധ കന്യാമറിയം, യേശുവിന്റെ അമ്മ, നിൽക്കുന്നു എന്നാണ്. അവൾ നിൽക്കുകയായിരുന്നു, കിടക്കുകയല്ല, തളർന്നില്ല, സങ്കടപ്പെട്ട് നെഞ്ഞിത്തിരിച്ച് വാവിട്ട് കരഞ്ഞില്ല. പിന്നെ നിൽക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ ധൈര്യപൂർവ്വം ആ സഹനങ്ങളെല്ലാം ഉള്ളിൽ ഒടുക്കിക്കൊണ്ട്, നമ്മുടെ അമ്മ അങ്ങനെയായിരുന്നല്ലേ, എല്ലാം ഉള്ളിൽ ഒതുക്കുകയായിരുന്നു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോയുടെ അത് ജനനത്തെ പറ്റിയുള്ള മംഗളവാർത്ത കിട്ടിപ്പം മുതൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ. അവൾ ആ കുരിശ് നോക്കി നിൽക്കുകയാണ്, കടന്നില്ല. നമ്മൾ ആരായാലും കടന്നുപോയിനെ. കാരണം 6 മണിക്കൂർ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെയാ. 6 മണിക്കൂർ 3 ആണികളിൽ തൂങ്ങി 5000-ൽ പരം മുറിവുകളുമായി
ആ രക്തം ചിന്തി ചിന്തി അവസാനത്തെ തുള്ളി പോലും വീണ് ഹൃദയം പിളർക്കപ്പെട്ട ആ നിമിഷത്തിൽ ഏതൊരമ്മ നിലത്ത് വീഴാതിരിക്കും? എന്നാൽ നമ്മുടെ അമ്മ വീണില്ല. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വീണില്ല. ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. അവൾ നന്മ നിറഞ്ഞവളായിരുന്നു. ഹല്ലേലൂയ. മാതാവിനെ നമുക്കറിയാം, മാലാഖ വന്ന് അഭിസംബോധന ചെയ്തത് നന്മ നിറഞ്ഞവൾ. അപ്പോൾ നമ്മൾ നന്മയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഏതെല്ലാം സങ്കടങ്ങൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ധൈര്യപൂർവ്വം നിന്ന് അവയ്ക്കെല്ലാം കർത്താവിന് സ്തുതി പറയാൻ, നന്ദി പറയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമുക്കെല്ലാം കൃപ കിട്ടിയവരാണ് മാതാവിനെ പോലെ. വിശുദ്ധ മാമോദീസായിലൂടെ മുതൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും കൂരാശ സുഗന്ധങ്ങളുമെല്ലാം കൃപ ലഭിക്കുന്നവരാണ് നിങ്ങളും ഞാനും. ഈ കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ബലൂൺ പൊട്ടിയതുപോലെ, ബലൂൺ ചൊങ്ങിയതുപോലെ ഒരു ചെറിയ സങ്കടം ഉണ്ടാകുമ്പോൾ കരഞ്ഞു പോകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സംഭവമാണ്. ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ വാഴപ്പള്ളി ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ മുറ്റത്ത് പഠിക്കൽ കൂടി ബസ് ചീറിപ്പായും MC റോഡാണ്. ആ സ്കൂളിന്റെ ഓപ്പോസിറ്റ് റോഡിന്റെ മറുവശത്ത് ഒരു വീട്ടിലൊരു അമ്മയുണ്ട്, മറിയമ്മ എന്ന പേരുള്ളത്. അവള് വിധവയാണ്. അവിടെ ഭർത്താവിനെ ഏതോ ഒരു വഴക്ക് തീർക്കാൻ പോയപ്പോൾ ആരോ അറിയാതെ കുത്തി മരിച്ചു. അതവൾ ക്ഷമിച്ചു, ഒരു കേസിനും പോയില്ല, കർത്താവിന്റെ നാമത്തിൽ ക്ഷമിച്ചു. അതിനുശേഷം അവർ കരിസ്മാറ്റിക് ധ്യാനം കൂടി, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചു. ഒന്നുകൂടി അവരെ ക്ഷമിച്ച് സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, 6 മക്കൾ. അവള് തൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു നോക്കിയിരിക്കുക. 4 മണിക്ക് കാപ്പിയും പലഹാരവും ഉണ്ടാക്കി നോക്കിയിരിക്കുന്നു. അത് പെട്ടെന്ന് കാണുന്നത് സിസി മോൾ എന്നായിരുന്നു അവരുടെ പേര്. അവള് ആ റോഡ് കുറുകെ ഇറങ്ങുമ്പോൾ അതിസ്പീഡിൽ വന്ന ഒരു KSRTC ബസ് ആ കുട്ടിയുടെ തലയിലൂടെ കയറുന്നു. ചരഞ്ഞരയുന്നു. എൻ്റെ മോള് എന്ന് വലിയവായി നിലവിളിച്ച് ആ അമ്മ ഓടിച്ചെന്ന് അവരുടെ മൃതദേഹം എടുത്ത് മടിയിൽ വച്ചു. അതിനുശേഷം സംസ്കാരം എല്ലാം കഴിഞ്ഞു. അവൾ ആപ്പാടെ വാശിയിലായിരുന്നു ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റിയില്ല. അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരും പറഞ്ഞത്, ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് പോലും ക്ഷമിച്ചു. ഞാനൊരു കരിസ്മാറ്റിക്കായി പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുർബാനയിൽ സംബന്ധിക്കണം, എങ്കിലും എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇപ്രകാരം സംഭവിച്ചല്ലോ, ദൈവം അനുവദിച്ചല്ലോ, ഈ ദൈവമുണ്ടോ? അവള് വായ്പിടിച്ചെല്ലാം പറഞ്ഞ് അസമാധാനത്തിലായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാം അവളുടെ മനസ്സാക്ഷി എങ്ങനെയായിരുന്നു. തകർന്നറിഞ്ഞുപോയി. അന്നത്തെ മെത്രാപ്പോലീത്ത, ചങ്ങനാശ്ശേരിയിലെ മെത്രാപ്പോലീത്ത അവളെ വിളിച്ച് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തു. സമ്മതിക്കില്ല. എന്റെ മകളെ കൊന്ന ഈശോയെ എനിക്ക് വേണ്ട, എന്നെ മകൾ ഞാൻ അനുവദിച്ച ദൈവത്തെ എനിക്ക് വേണ്ട, എനിക്കിനി വിശ്വാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. ആരെല്ലാം ഏത് വൈദികരും പറഞ്ഞു, അപ്പോഴെല്ലാം പറഞ്ഞു. അപ്പോൾ അവളെ അറിയുന്ന, എന്നെയും അറിയുന്ന ഒരു വൈദികൻ, ഒരച്ഛൻ, പള്ളിവാതിക്കലച്ഛൻ, നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛനെ ഒത്തിരി സ്നേഹിച്ച് ബഹുമാനിക്കുന്നവളാ മറിയമ്മ, അച്ഛനൊന്ന് പോയി ആശ്വസിപ്പിച്ചു. ഞാൻ ചെന്നു. അവളിങ്ങനെ വാശി പിടിച്ച് മസിൽ പിടിച്ചിരിക്കുകയാണ്. മറിയമ്മേ, എന്നെ അറിയുമോ? പിന്നെ അറിയല്ലേ, നിങ്ങൾ അച്ഛന്മാരൊക്കെ കള്ളന്മാരാ. ഒന്ന് അരിശപ്പെടുക ചുമ്മാതെ. വായ്പിടിച്ചാൽ നമുക്കറിയാം, അരിശം വരുമ്പോൾ നമ്മൾ ഒന്നും ചിന്തിക്കാതെ പക്വതയില്ലാതെ സംസാരിക്കും. ഞാൻ പറഞ്ഞു, മോളെ എന്താ എത്ര അരിശപ്പെടുന്നത്? അച്ഛൻ അറിഞ്ഞില്ലേ എൻ്റെ കുട്ടിയുടെ തലയിൽ വണ്ടി കയറി മരിച്ചത്? എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതല്ലേ? അതേ മോളെ, മോക്കൊരു മകളുണ്ടായിരുന്നോ? മോക്ക് മക്കളുണ്ടോ? അവളെന്നെ തുറിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, നിന്നെ വളർത്താൻ ദൈവം ഏൽപ്പിച്ച മകളെയാണ് അപ്പൻ കൊണ്ടുപോയത്. അവളെന്നെ ശ്രദ്ധിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നാം ഓരോരുത്തരെയും ആദ്യം ഗർഭം ധരിച്ചത് പരിശുദ്ധ കന്യാമറിയമാണ്.
അതിനുശേഷമാണ് സ്വന്തം അമ്മ ഉദരത്തിൽ പേറിയത്. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞു. എൻ്റെ മാനസാന്തര അനുഭവത്തിൽ 1975 കാരിത്താസ് ആശുപത്രിയിൽ വെച്ച് ഒരു പുതു ക്രിസ്ത്യാനി എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞു. നിങ്ങളുടെ എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അത് ഈശോയുടെ സ്വരമായിരുന്നു. ജെയിംസേ, നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നോടൊത്ത് ഒരു വൈദികനായിട്ട് ഉണ്ടായിരുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കന്യാമറിയം ഉദരത്തിൽ വചനം കയറിയപ്പോൾ, വചനം മാംസമായി എന്നാണല്ലോ നമ്മൾ ബൈബിൾ വായിക്കുന്നത്, അല്ലേ? അതാണല്ലോ ഈശോ, വചനം മാംസമായത്. അവൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഞാൻ പറയാണ്, ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അതേപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ നിങ്ങളൊരു വിഷയന്റെ ചില പ്രസംഗത്തിൽ കേട്ട് കാണാം. അതായത് മറിയം ഗർഭം ധരിച്ചത് വചനത്തെയാണ് എന്ന് നമ്മൾ പറയുന്നു. ഈ വചനം മാംസമായി. അത് മനുഷ്യകുലത്തിന്റെ മുഴുവനും മാംസവുമാണ് ആയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതെ വചനം മാംസമായപ്പോൾ ആ മാംസത്തിൽ നീയും ഇന്ന് വരെ ജീവിച്ചിരുന്ന എല്ലാവരും, ഇനിയും ജീവിക്കാനുള്ളവരും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരാളല്ല, ആ ഒരാളിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഈശോയുടെ ശരീരം, ഈശോയുടെ മൗലിക ശരീരം എന്ന് പറയും. അപ്പൊ നമ്മൾ യേശുവിന്റെ ശരീരത്തിലായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അതെ കുരിശും ചുവട്ടി വെച്ച് മാത്രമല്ല നമ്മുടെ അമ്മയായത്. പിന്നെയോ അതെ എപ്പോൾ ഈശോ അവിടെ ഉദരത്തിൽ അമ്മയായി തീർന്നുവോ അപ്പോൾ നമ്മുടെ എല്ലാം അമ്മയായി അവൾ മാറി. ഹല്ലേലൂയ. അതായത് ഞാനിപ്പോ പറഞ്ഞ പോലെ നിങ്ങളുടെ വയറ്റിൽ പറഞ്ഞ ആ കുട്ടികൾ രണ്ടാമതാണ് നിങ്ങളുടെ വയറ്റിൽ പറഞ്ഞത്. ഞാൻ പറയും, ആദ്യം പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ആണ്. ആ കുട്ടി അതെ ഞാൻ മറിയമോ എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് പറഞ്ഞു, ആ കുട്ടി ദൈവത്തിന്റെ കുട്ടിയായിരുന്നു, പിതാവിന്റെ കുട്ടിയായിരുന്നു, ഈശോയുടെ സഹോദരനായിരുന്നു, ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മകനോ മകളോ ആയിരുന്നു. അതിനുശേഷം അതെ മറിയത്തിന് ധാരാളം കുട്ടികൾ, ലോകത്തിലെ എല്ലാവരും അവിടെ കുട്ടികൾ. അപ്പോൾ കർത്താവ് ആ കുട്ടിയെ ആ കുട്ടികളെ നിങ്ങൾക്കും തന്നു. അങ്ങനെ നിങ്ങളും ഗർഭവതികളായി. അതെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കുട്ടികൾ കർത്താവിന്റെ കുട്ടികളായിരുന്നു. നിങ്ങൾ വെറും വളർത്തമ്മമാർ. ഹല്ലേലൂയ. ഞാൻ പച്ചയ്ക്ക് അവളോട് പറഞ്ഞു, മറിയമ്മേ, നിന്റെ കുട്ടിയുടെ യഥാർത്ഥ അമ്മ പരിശുദ്ധ കന്യക മറിയമാണ്. പിതാവ് നിശ്ചയമായിട്ടും ദൈവപിതാവാണ്. നീ ഒരു വളർത്ത് അമ്മ, നിന്റെ ഭർത്താവ് ഒരു വളർത്തപ്പൻ. നിങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് വളർത്താൻ നിങ്ങളെ ഏൽപ്പിച്ചത്? ഈ കുട്ടിയെ അല്ല ഈ കുട്ടികളെ നിങ്ങൾ അതിന് കൃപയുള്ളവരാണ് എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, നവജീവനിലെ തോമാച്ചനെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, അറിയും. അദ്ദേഹത്തിന്റെ വികലാംഗതയുള്ള കുട്ടി വരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ദൈവമേ, ഇത്രയും ദൈവഭക്തനായ നല്ല മനുഷ്യന് ഇങ്ങനെ വികലാംഗതയുള്ള ഒരു കുട്ടിയെ കൊടുത്തല്ലോ. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, ആശ്വസിപ്പിക്കാൻ ചെന്നതെങ്കിലും അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ ധാരാളം മാരീഡ് കപ്പിൾ ദമ്പതികൾ ലോകത്തിലുണ്ട്, എന്നാൽ കർത്താവ് കണ്ടു ഞാനും എൻ്റെ ഭാര്യയും ഈ വികലാംഗയെ നോക്കാനായിട്ട് പ്രാപ്തിയുള്ളവരാണ്, കൃപയുള്ളവരാണെന്ന്. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. വലിയൊരു സമ്മാനമാച്ചാൽ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഈ സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനോ മകളോ അല്ലെ മക്കളോ മരിച്ചതിൽ വേദനിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ മറിയമ്മോട് പറഞ്ഞ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വെറും വളർത്തമ്മമാരായിരുന്നു. നിങ്ങൾ കർത്താവ് ആഗ്രഹിച്ചിടത്തോളം നാളെ വളർത്തി, എന്നിട്ട് യഥാർത്ഥ അപ്പൻ പിതാവ് തങ്ങളുടെ പക്കലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഈ സത്യം മറിയമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ 2 കൈക്കും പിടിച്ചു ഞെരുക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ദൈവത്തോട് ക്ഷമിക്കുന്നു. ലോകത്ത് എത്ര പേരുണ്ടെന്ന് അറിയാവോ ദൈവത്തോട് ക്ഷമിക്കാത്തവർ?
പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ മരണം മൂലം, ഭർത്താവിന്റെ മരണം, മക്കളുടെ മരണം, അപ്പന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ മരണം വരുമ്പോൾ, അതിൽ കൂടുതലായിട്ട് അപകടത്തിലോ ആകസ്മികമായിട്ടോ മരിക്കുമ്പോൾ ഞാൻ പലരും കണ്ടുകൊണ്ട് ദൈവത്തോട് ക്ഷമിക്കാതിരിക്കുന്നത്. ദൈവത്തോട് നാം ക്ഷമിക്കാത്തതുകൊണ്ട് ദൈവത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഹല്ലേലൂയ. ദൈവം ദൈവമാണ്. നമുക്കാ കുഴപ്പം. നമ്മുടെ ഉള്ളിൽ ആ വിഷം കിടക്കുന്നത്. എന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, ജെയിംസ് അച്ഛാ, ഞാനിപ്പോൾ ദൈവത്തോട് ക്ഷമിക്കുന്നു. ഇപ്പൊ എന്റെ കണ്ണുകൾ തുറന്നു, ആന്തരിക കണ്ണ് തുറന്നു. എനിക്ക് കാണാൻ പറ്റുന്നു, അതെ, എന്റെ മകൾ സ്വർഗത്തിൽ ഈശോയുടെ മടിയിലാണ്. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു, മറിയം എന്നെ കെട്ടിപ്പിടിച്ചു. അതെ, എനിക്ക് സന്തോഷമാച്ചാ. ഇനി ഞാൻ ശിശുമോളെ ഓർത്ത് വിഷമിക്കുക. എന്റെ ശിശുമോൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ മറ്റു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൽ പിന്നെ അവൾ ശിശുമോളെ ഓർത്ത് ഒരു തുള്ളി കണ്ണീര് ഒഴുക്കിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നല്ലോണം അറിയാം, കാരണം എൻ്റെ ആധ്യാത്മിക മോളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവൾ എൻ്റെ മോളായിരുന്നു. അവള് കഴിഞ്ഞ വർഷം, ഒരു വർഷം ആയില്ല, മരിച്ചു. ഒരു സ്ട്രോക്ക് വന്ന്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം അതെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തോട് വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. യെശയ്യാ പ്രവാചകൻ 55 പറയുന്ന പോലെ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ. ഇവ രണ്ടും ആകാശം ഭൂമിയിൽ നിന്ന് അകന്നിരിക്കുന്ന പോലെ അകന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട്, ചെറിയ കണ്ണുകൊണ്ട് ദൈവത്തെ അളക്കാൻ നോക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ വലിയ ദൈവം നമ്മളെ പ്രതിയുള്ള പദ്ധതിയും പ്ലാനും ഉണ്ടാക്കി അത് നമുക്ക് വച്ചിട്ടുണ്ട്. അത് യെരമ്യാ പ്രവാചകൻ 29:11 പറയുന്ന പോലെ, യെരമ്യാ 29:11 പറയുന്ന പോലെ, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ സർവ്വവിധ നന്മയ്ക്ക് വേണ്ടിയുമാണ്. നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മുഴുഹൃദയത്തോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും. പ്രിയ മക്കളെ, ആ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതെ, ആ ഹിതം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ഓർത്ത് ദൈവത്തിന് നന്ദി സ്തോത്രവും അർപ്പിക്കണം. ഇതാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ശാസനയല്ല, ഉപദേശവുമല്ല, ഞാൻ സത്യമാണ് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ മടിയിൽ, മാതാവിന്റെ മടിയിലാണ് സ്വർഗത്തിൽ. അവ പുണ്യവതികളും പുണ്യവാന്മാരുമായി, കൊച്ചു പുണ്യവാന്മാരും പുണ്യവതികളുമായി, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സ്വർഗത്തിലെത്തിയ പിന്നെ നിങ്ങളുമായുള്ള ബന്ധം പോയി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ജഡിക ബന്ധം പോയി, ആത്മീയ ബന്ധം മാത്രം. ഞാൻ അല്പം അതൊന്ന് പറഞ്ഞോട്ടെ. റേണിയോ മറ്റോ പറഞ്ഞു, അച്ഛന് മരണാനന്തര അനുഭവമൊക്കെ ഉണ്ടായപ്പം അതേപ്പറ്റി കൂടെ കുറെ വല്ലതും പറയാമോ? ഈ 1 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഐസോ ഇറ്റേണിറ്റി, നിത്യത ദർശിച്ച നിമിഷങ്ങൾ. മറ്റൊരു പുസ്തകം ഈ അടുത്ത നാൾ എഴുതി, ശുദ്ധിയാത്മാക്കളോട് കൂടെ, വിത്ത് ദ സോൾസ് ഇൻ പർഗട്ടറി, ശുദ്ധികരാത്മാക്കളോട് കൂടെ. അനുഭവങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞുള്ള പുസ്തകങ്ങളാണ്. കാരിഷ് ഭവനിൽ മാത്രമേ അത് കിട്ടൂ. അത് വാങ്ങിച്ച് വായിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. പ്രേമയുടെ കണിശമായിട്ടും ഞാൻ നരകം കണ്ടു, സ്വർഗം കണ്ടു, ശുദ്ധീകരിച്ച കണ്ടു. അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മാത്രം കണ്ടതല്ല. എൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും, ഇന്ന് വെള്ളിയാഴ്ചയാണ്, സാധാരണഗതി ഞാൻ ഒരു പരിപാടി എടുക്കുന്ന ദിവസമല്ല. പിന്നെ എൻ്റെ മോളായ സ്വപ്നയും മോനായ അവരുടെ ഭർത്താവ് മധുവും കൂടെ വന്നു. എന്നോട് ആവശ്യപ്പെട്ടു, വച്ചാ ഞങ്ങൾക്കൊരു ഷെയറിങ് തരാവോ? ഞാൻ സമ്മതിച്ചു. അതെന്റെ ബലഹീനതയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ വല്ലതും ചോദിച്ചാൽ അത് സമ്മതിച്ചു പോവുക എൻ്റെ ബലഹീനതയാണ്. അങ്ങനെയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ നിങ്ങൾക്കറിയാം, രാവിലെ ഏകദേശം 200 മില്ലി ബ്ലഡ്, ചോര പോയത് എൻ്റെ ശരീരത്തിൽ നിന്ന്. എൻ്റെ മുറിവുകളെല്ലാം ഇന്നും ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ വേദനയോടുകൂടി നിങ്ങൾ സംസാരിക്കാനാണ് പരിശുദ്ധാത്മാ പറഞ്ഞത്. കാരണം നിങ്ങൾ വേദനിക്കുന്നവരായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഇനി വേദനിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കും. ഹല്ലേലൂയ. വേദനിക്കുന്ന ഒരിക്കലും പറയരുത്. വേദനകളെ നിങ്ങൾ സന്തോഷമാക്കണം പരിശുദ്ധാത്മാവിലൂടെ. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം മുഴുവൻ വേദനകളിലൂടെ കടന്നുപോയതാണ്. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ, വൈദികൻ ആയതിനു ശേഷം ഈ വേദനകളെല്ലാം ആത്മാവിന്റെ കൃപയാൽ ഞാൻ ശക്തി കണ്ടെത്തി. അത് ഞാനിത് പറഞ്ഞിട്ട് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മരണം മൂലം വേർപെടുന്നവർ നമ്മളുമായി
ഒരു ആധ്യാത്മിക ബന്ധത്തിലാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, നാം ഒക്കെ മരിച്ചു മരിച്ചു എന്ന് പറയരുത് കേട്ടോ. ആ വാക്ക് ക്രിസ്തീയമല്ല. നമ്മൾ മരിക്കുകയില്ല, ക്രിസ്ത്യാനി മരിക്കില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജനിച്ച ഒരു വ്യക്തി, യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ഒരു വ്യക്തി, യേശുവിനോടുകൂടി ആയിരിക്കുന്ന വ്യക്തി ഒരിക്കലും മരിക്കില്ല. പിന്നെയോ ഇഹലോകവാസം വെടിയുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ? പണ്ട് കാലത്ത് രാജാക്കന്മാരെ പറ്റി പറയും, നാട് നീങ്ങിയെന്ന്. രാജാക്കന്മാർ മരിച്ചെന്ന് പറയില്ല, നാട് നീങ്ങി. അതുപോലെ നമ്മൾ നാട് നീങ്ങുന്നു. ഇനി ആ സംഭവം ഒന്ന് മനസ്സിലോർത്താൽ, ഇപ്പൊ ഞാൻ മഞ്ഞാക്കളച്ചൻ മരിക്കുന്നു, നമ്മുടെ ഭാഷയല്ല, ഇഹലോകവാസം വെടിയുന്നു. എന്തു പറ്റും? എന്റെ ശരീരം അനക്കമില്ലാതാകും, തണുത്തു. എന്നെ കൊണ്ട് മോർച്ചറി വെച്ചേക്കാം, പിന്നെ പെട്ടിയിലാക്കും, പിന്നെ മണ്ണിലേക്ക് എന്നെ സംസ്കരിക്കും. അത് എന്റെ ശരീരമാണ്. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ തുടർന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ആത്മാവ് മാത്രമല്ല, ഞാൻ ജെയിംസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളുടെയും തിന്മകളുടെയും ഒരു ലിസ്റ്റുമായിട്ട് ഞാനാണ് പോകുന്നത്. എൻ്റെ ആത്മാവല്ല. അവിടെ മനസ്സുണ്ട്, എൻ്റെ ആന്തരികത മുഴുവൻ. ശരീരം മാത്രമേ മണ്ണിലേക്ക് പോയിട്ടുള്ളൂ. അത് നമുക്കറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. അതുവരെ അത് ഞാൻ പോകുന്നു. അപ്പൊ എനിക്കൊരു ശരീരമുണ്ടോ? ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ അധ്യായം 15 വ്യക്തമായി പറയുന്നു, അതെ, പക്ഷികൾക്കൊരു ശരീരമുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട്, മനുഷ്യന് ഒരു ശരീരമുണ്ട്, മരണാനന്തരവും ഒരു ശരീരമുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവം എനിക്ക് ഒരു ശരീരം തരും. ഈ മണ്ണിലേക്ക് പോയ ശരീരമല്ല, ആത്മീയ ശരീരം. അതാണ് പൗലോസ് പറയുന്നത്. ഈ ആത്മീയ ശരീരവുമായിട്ട്, കാരണം അരൂപിക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യുവാൻ, ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അരൂപി ശരീരത്തോടു കൂടി ആയിരിക്കണം. അപ്പോൾ ഞാൻ വ്യക്തിത്വം പൂർണ്ണമാകും. അപ്പൊ തമ്പുരാൻ എനിക്ക് ഒരു വ്യക്തിത്വം തരികയാണ്, ശരീരം തന്നുകൊണ്ട്. അതുമായിട്ട് ഞാൻ കർത്താൻ മുമ്പിൽ പോവാ വിധിക്കായിട്ട്. അപ്പോൾ ഞാനാണ് വിധിക്കായിട്ട് കർത്താവിനടുക്കൽ പോകുന്നത്. എൻ്റെ നന്മയും തിന്മയും എല്ലാം ആ സമയത്താണ് വെളിപ്പെടുത്തപ്പെടുന്നത്. ഓക്കെ, അവിടെ വെച്ചാണ് വിധി ഉണ്ടാകുന്നത്. ഇനി നമ്മൾ വേദപാഠത്തിൽ പഠിക്കുന്നു തനത് വിധിയും പൊതുവിധിയും. ഇല്ല, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ തനത് വിധി എന്നറിയാമോ? ഞാൻ തന്നെ എന്നെ വിധിക്കുക, അവിടെ തമ്പുരാൻ വിധിക്കുകയല്ല. ഉദാഹരണം, ഞാൻ ദൈവത്തെ വെറുത്ത്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ്, ദൈവത്തെ നിഷേധിച്ച് ഞാൻ ജീവിച്ചു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, എനിക്ക് ഈ ദൈവത്തെ വേണ്ട, ഞാൻ പൊക്കോളാം നരകത്തിലേക്ക്. അപ്പൊ ഞാൻ തന്നെ നരകത്തിലേക്ക് പോകും. കാരണം ഇവിടെ തന്നെ നരകമായിരുന്നു, ദൈവമില്ലാത്ത ജീവിതം നരകമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ കാണുകയാണ്, ഞാൻ പരിശുദ്ധനായി ജീവിച്ചു. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ പരിശുദ്ധനായിരുന്നു. അല്ലെങ്കിൽ പൂർണ്ണത, അതായത് സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ ഞാനും പൂർണ്ണനായിരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി 5:48, അല്ലെ? അങ്ങനെ ജീവിച്ചപ്പോൾ, അതെ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ സ്വർഗത്തിലേക്ക് നടന്നു പോകും. കർത്താവ് പറയല പൊക്കോളാൻ. കർത്താവ് ആരെയും സ്വർഗത്തിലേക്ക് വിടുന്നില്ല, സ്വയമാ പോകും നമ്മള്. കർത്താവ് ആരെയും നരകത്തിലേക്കും വിടുന്നില്ല, നമ്മൾ തന്നെയാ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടേക്കാം, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പരിപൂർണർ ആയിരുന്നില്ല, നമ്മൾ വിശുദ്ധരായിരുന്നില്ല. ചെറിയ പാപങ്ങളും അതിൻ്റെ കടങ്ങളും കിടക്കുന്നു. അപ്പോൾ ഞാൻ കർത്താവിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു, അതിപരിശുദ്ധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ പോകാൻ ഞാൻ യോഗ്യനല്ല, യോഗ്യയല്ല. എനിക്ക് ശുദ്ധീകരണം വേണം. അപ്പോൾ ഞാൻ കൺമുമ്പിൽ കാണുന്ന എന്താണ്? ശുദ്ധീകരണ സ്ഥലം. ഒരു സ്ഥലം, എനിക്ക് എന്നെ തന്നെ വിശുദ്ധീകരിച്ച് എന്നെ കർത്താവിൻ്റെ അടുക്കൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ഞാൻ ആ ശുദ്ധീകരണ സ്ഥലത്തേക്ക് എടുത്തു ചാടും. ഹല്ലേലൂയ. ഇത് പ്രിയമുള്ള മരണാനന്തര അനുഭവം ഉണ്ടായ വ്യക്തികൾ ഏകദേശം 2000-ലധികം ആളുകൾ പങ്കുവെച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനും അത് കണ്ടു. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രിയമക്കളെ, ആരും കർത്താവ് ആരെയും തള്ളി നരകത്തിലോട്ട് വിടുന്നില്ല, തള്ളി ശുദ്ധീകരണ സ്ഥലത്തിലോ സ്വർഗത്തിലോ വിടുന്നില്ല. നാം തന്നെ നമ്മളെ വിധിക്കുന്നു, നമ്മുടെ ചെയ്തികൾക്കനുസരിച്ച്. അതുകൊണ്ടാണ് തനതു വിധി. കർത്താവിന് മുമ്പിലാണ് കണിശമായിട്ട്. കഥാഭാവന വലിയ പ്രകാശത്തിന് മുമ്പിലാണ് നമ്മൾ മുഴുവനായിട്ട് നമ്മളെ കാണുന്നത്. ഓക്കെ, അത് ഒരു ഭാഗം. ഇനി വേറൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള ബന്ധം, അഥവാ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുമ്പോഴുള്ള ബന്ധം, ആത്മീയ ബന്ധം. നിങ്ങൾക്കറിയാമല്ലോ, അത് ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ, അതായത് ഒരു സ്ത്രീ 7 പുരുഷന്മാരെ കെട്ടിയതും മക്കളില്ലാണ്ട് 7 പേരും മരിച്ചു, ഇവളും മരിച്ചു. നമുക്ക് ആ സംഭവം അറിയാം ഇല്ലേ? 20-ാം അധ്യായം ലൂക്കാ എഴുതിയ സുവിശേഷം. ഇനി നമ്മൾ നോക്കണം. അപ്പോൾ ചോദ്യം ചോദിച്ചു ഫരിസീയർ വന്ന്, നിത്യതയിൽ ഇവൾ ആരുടെ ഭർത്താവായിരിക്കും, ആരുടെ ഭാര്യ ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. കാരണം 7 ഭർത്താക്കന്മാർ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, മാറി മാറി. അതായത് ചേട്ടൻ മരിച്ചപ്പോൾ അനിയൻ കെട്ടി, അനിയനും മരിച്ചങ്ങനെ. നിങ്ങൾക്ക് അത് കഥ അറിയാം. അപ്പോൾ അവരെ ചോദിച്ചത് ആരാരുടെ ഭാര്യ ആയിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞ അർത്ഥം, വചനം എന്തായിരുന്നു എന്നറിയാമോ? സ്വർഗത്തിൽ കല്യാണം കഴിപ്പില്ല. ഹല്ലേലൂയ. ഈ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ ബന്ധങ്ങൾ ആണ്. സ്ത്രീയും പെണ്ണുമാണുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. ദൈവം അവരെ ആശീർവദിച്ചുകൊണ്ട് മക്കളെ ഉത്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1, 26, 27. ഇത് ഈ ലോകത്തിലാ, പരലോകത്തിലല്ല. പരലോകത്തിൽ കല്യാണമില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് ജഡമുള്ളത്. ആ ജഡം പോയി കഴിഞ്ഞു മണ്ണിലേക്ക്. ജഡജീവിതം തീർന്നു. ഹല്ലേലൂയ. മറക്കരുത്. ജഡത്തിലായിരിക്കുമ്പോഴാണ് 1 കെട്ടുന്നു, 2 കെട്ടുന്നു, കെട്ടി ഉപേക്ഷിക്കുന്നു, മക്കളുണ്ടാകുന്നതല്ല. ഈ പ്രക്രിയകളെല്ലാം ഈ ലോകത്തിലെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, അവർ മാലാഹമാരെ പോലെ ആയിരിക്കും. ഹല്ലേലൂയ. മാലാഹമാര് കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. മാലാഹമാർക്ക് മക്കളുമില്ല കേട്ടോ. അവരുടെ ജീവിതം എന്താണ്? ആത്മീയതയുടെ ജീവിതമാണ്, ആത്മീയ ജീവിതം. അപ്പോൾ മക്കളെ, ഞാൻ പച്ചക്കെ പറയുന്നു, ഞാൻ കണ്ടതുമാണ്. നിങ്ങൾ കുടുംബമായിട്ട് സ്വർഗത്തിൽ പോകും. ഞാൻ കുടുംബമായിട്ടാ ആളുകളെ സ്വർഗത്തിൽ കണ്ടത്. അവർ ഒന്നിച്ചിരിക്കുന്നത്, മക്കളും ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും എല്ലാം. എൻ്റെ അമ്മയും എൻ്റെ അപ്പനെയൊക്കെ ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ കാണുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ആത്മീയതയുടെ പരിശുദ്ധിയുടെ പരിശുദ്ധിയിൽ, സ്നേഹത്തിന്റെ സ്നേഹത്തിൽ അവർ ഒന്നായിരിക്കുന്നു. അവിടെ ഒരു ജടികമായ ചിന്ത പോലും വരത്തില്ല, വരാൻ പാടില്ല. കാരണം മാലാഹമാരെ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട്, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ജഡത്തിലായിരിക്കുമ്പോൾ, ഈ ആത്മീയ ബന്ധത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ജഡികമാണ്. കാരണം നിങ്ങൾ ജഡത്തിലാണ്. നിങ്ങൾ ആരും ജഡത്തിൽ അല്ലാതല്ല ഇവിടെ. ആണോ? അല്ല. നിങ്ങൾ ജഡത്തിലാണ്, നിങ്ങൾ ലോകത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജഡികമായും ലൗകികമായിട്ടേ ചിന്തിക്കത്തുള്ളൂ. അതിന് അപ്പുറം ചിന്തിക്കണമെങ്കിൽ ഈ ലോകം വെടിയണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആധ്യാത്മിക ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം ധ്യാനിച്ച് പുണ്യജീവിതം കഴിക്കുന്ന വ്യക്തി ആയാലും ആ വ്യക്തി ജഡത്തിലാണ്, ലോകത്തിലാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ ആത്മീയ ദൈവിക ബന്ധം മനസ്സിലാക്കാനാവതല്ല. ഇത് കർത്താവ് എനിക്കൊന്നൊരു പ്രത്യേക കൃപയായിരുന്നു. നമുക്കറിയാം. ഞാൻ മരിച്ചുവെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. എന്റെ ശവം കൊണ്ട് ഇന്ത്യക്ക് അയച്ചോളാനായിട്ട് എന്നെ ആശുപത്രിയിലാക്കിയവരോട് നേഴ്സ് വിളിച്ചു പറഞ്ഞു. എന്റെ ശവം എടുത്ത് നാട്ടിലേക്ക് അയക്കാനായിട്ട്, ഓസ്ട്രിയയിലായിരുന്നു ഞാൻ ആ സമയം. അവര് അരമണിക്കൂർ സമയം ഡ്രൈവ് ചെയ്തു. വഴിയിൽ അവർ ഓർത്തു, മഞ്ഞാക്കടത്തിന്റെ ശവം അയക്കേണ്ടത് കോട്ടയത്തിനാണ്. കോട്ടയത്ത് എയർപോർട്ടില്ല, അതുകൊണ്ട് കൊച്ചിയിൽ. അതിപ്പം ഏത് എയർലൈൻസിൽ വിടണം അവരോർത്തു. ഞാൻ സാധാരണ ലുഫ്താൻസയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ലുഫ്താൻസക്കാരോട് വിളിക്കാം. വഴി വെച്ച് അവർ ലുഫ്താൻസക്കാരെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഫ്രീക്വന്റ് ഫ്ലയറാണ്, മിക്കവാറും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ഫ്രീ ആയിട്ട്, എൻ്റെ ചരക്ക്, എൻ്റെ ശരീരം ഫ്രീ ആയിട്ട് കൊച്ചിയിൽ ഇറക്കാവുന്ന, ഒരാൾക്കും കൂടെ പോകാമെന്ന്. അങ്ങനെ തീരുമാനിച്ച് അവർ ആശുപത്രിയിൽ വരുന്നു എൻ്റെ ശവം കാണാനും ശവം എടുത്തുകൊണ്ട് പോകാനായിട്ട്. അതൊരുക്കാൻ അവർ വരുമ്പോൾ കാണുന്നത് ഞാൻ മിടുക്കനായിട്ട് കുട്ടപ്പനായിട്ട് ശ്വാസം വലിച്ചു കിടക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നാടിക്കൊരു കുഴപ്പമില്ല. സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ എൻ്റെ വെന്റിലേറ്റർ അതിൻ്റെ കേബിൾ വിട്ടുപോയി. അതിൻ്റെ സൈറൻ വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. നേഴ്സ് നോക്കുമ്പോൾ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നു. നോക്കിയപ്പോൾ നാടിയില്ല, മരിച്ചു. അപ്പോഴേ അവൾ വിളിച്ച് പറഞ്ഞതാണ് സംഗതി.
എന്നാൽ അപ്പോൾ ഡോക്ടർ വരുന്നു, നൈറ്റ് ഡോക്ടർ. അയാൾ നോക്കിയപ്പോഴും മരിച്ചുപോലെ കിടക്കുന്നു. പക്ഷേ അയാൾ പരിശോധന കണ്ടപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതെ, അങ്ങനെ 15 മിനിറ്റോളം ആ തണുത്ത് വിറച്ച ശവം പോലെ കിടന്നു. ഈ അവസരത്തിൽ ആണ് ഞാൻ ഈ ആത്മീയമായ നിത്യത കണ്ടത്. ഞാൻ ആ പുസ്തകത്തിന് നിത്യത കണ്ട നിമിഷങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ സോ ഇറ്റേണിറ്റി. എന്നോട് ഒത്തിരി വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും ചോദിച്ചു, നിത്യത ആർക്ക് കാണാൻ പറ്റും? ആ വാക്ക് തന്നെ, നിത്യത, അതെങ്ങനെ കാണാൻ പറ്റും? ഞാൻ പറഞ്ഞു, കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു. അങ്ങനെയാണ് നരകം കണ്ടതും ശുദ്ധീയ സ്ഥലം കണ്ടതും ശുദ്ധീയ സ്ഥലത്തിൽ വിവിധ പാപങ്ങൾ ചെയ്തതിന്റെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടതും അതിനുശേഷം സ്വർഗം കണ്ടതും സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടായതുമല്ല. വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. നിത്യത ദർശിച്ച നിമിഷങ്ങൾ. പറയുവാനുള്ള സമയം നമുക്കില്ല. അപ്പോഴേ അവിടെ വെച്ച് ഞാൻ ശരീരം വിട്ടാണ് പോയത്. പറഞ്ഞാൽ ഈ 15 മിനിറ്റ് നേരം ഞാൻ എൻ്റെ ശരീരം വിട്ടപ്പോൾ ഞാൻ മുകളിലേക്ക് പറന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ ശവം കിടക്കുന്നത് ഞാൻ കണ്ടു. തണുത്ത് ഈ കേബിളെല്ലാം മൂക്കിനും വായിനും എല്ലാം ഉണ്ട്. അങ്ങനെ കിടക്കുന്ന ഞാൻ എന്നെ തന്നെ കണ്ടു. അപ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു ഞാൻ മരിച്ചു. അപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടു എൻ്റെ ശവം കൊണ്ടുപോകുന്നതും കാര്യശുവാൻ നടക്കുന്നതും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന്. അപ്പൊ ഞാൻ പുറമെ നടക്കുന്നതെല്ലാം കാണുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഏതൊരു മനുഷ്യനും ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആ നിത്യതയിലേക്ക് വരാൻ കർത്താവ് അനുവദിച്ചത് കൊണ്ട് എന്തിന് അനുവദിച്ചു? ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉത്തരമില്ല. എനിക്ക് പുണ്യമുണ്ടായിട്ടോ നന്മയുണ്ടായിട്ടോ അല്ല. ഒരു നന്മയുണ്ട്, എവിടെ പോയാലും സുവിശേഷം പ്രഘോഷിക്കും. അപ്പോൾ കർത്താവ് കണ്ടു, ഇത് മറ്റുള്ളവർ വിളിച്ചു പറയണം. കാരണം നിത്യതയെപ്പറ്റി വിശ്വാസമില്ലാത്ത ഒരു തലമുറയാണ് ഇത്. ഇന്ന് പലരും ഈ ലോകത്തിൽ മാത്രം ജീവിതം നോക്കിക്കൊണ്ട് പരലോക ജീവിതത്തെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാവരും ഇവിടെ കുബേരരായിട്ട് ജീവിക്കണം, കുശാലെ തിന്നണം, മാളിക പണിയണം, എല്ലാം. മരിച്ചു കഴിഞ്ഞ് എന്താ അതിനെപ്പറ്റി എല്ലാവരും ചിന്തിക്കുന്നത്? അതുകൊണ്ട് മരണത്തെപ്പറ്റി അധികം ചിന്തിക്കാത്തവരാണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ മരണാനന്തര ജീവിതത്തെപ്പറ്റിയോ നരകത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നേ ഇല്ല ആരും. നരകമില്ലാന്ന് വരെ പറയുന്നവരുണ്ട്, സ്വർഗമില്ല എന്ന് പറയുന്നവർ. ചിലർ പറയുന്ന പട്ടിയെ പോലെ മരിച്ചു കഴിയുമ്പോൾ തീർന്നു. നമ്മുടെ കത്തോലിക്കരുടെ ഇടയിലുണ്ട് അപ്രകാരമുള്ളവർ, പ്രിയമുള്ളവർ. അതുകൊണ്ട് നിത്യതയുണ്ട് എന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടവനായി ഞാൻ തന്നെ വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം ലാസറിന്റെയും ധനവാന്റെയും ഉപമ. പറഞ്ഞില്ലേ, ആ തീ കാത്തു കിടക്കുന്ന ധനവാനെ ഒന്ന് സഹോദരന്റെ അടുക്കേക്ക് വിടാവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ മാനസാന്തരപ്പെടും. അപ്പോൾ എന്താ കഥ പറഞ്ഞത്? അവർക്ക് മൂശ പറഞ്ഞതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ ഉണ്ടല്ലോ, ബൈബിളും ഭജനം ഉണ്ടല്ലോ, അത് മതി തന്നെ. എന്നാൽ അത് പോരാ. അതുകൊണ്ടാണ് കർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഞാൻ മരിക്കേണ്ടായിരുന്നു. ഞാൻ മരിക്കുമെന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയാണ്. 9 മാസക്കാലം ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ. 9 മാസക്കാലം വെന്റിലേറ്ററിലും അതുപോലെ അബോധാവസ്ഥയിലേക്ക് കിടന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ തിരിച്ചു വരുമെന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെ ലോകത്തോട് വിളിച്ചു പറയുവാൻ മരണാനന്തര ജീവിതമുണ്ട്. ഹല്ലേലൂയ. സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്, ശുദ്ധീയ സ്ഥലവുമുണ്ട് എന്ന് പറയുവാൻ. അവിടെ മക്കളെ, ഞാൻ പറയുന്നു, നമുക്കൊരു ജീവിതമുണ്ട്. അപ്പൊ നിങ്ങളുടെ മക്കളെ കർത്താവ് ആ സ്വർഗത്തിലേക്ക് വിളിച്ചു. ആ സ്വർഗത്തിലുണ്ട് നിശ്ചയമായിട്ടും. ഞാൻ അവിടെ വെച്ച് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെ കണ്ടു, സ്വന്തത്തിൽപ്പെട്ടവരെ, എൻ്റെ സന്യാസപ്പെട്ട വൈദികര്, ഒത്തിരി പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട പലരെയും കണ്ടുമുട്ടിയെന്ന് പറയട്ടെ. ആത്മാർത്ഥമായിട്ട് പറയും. അവരോട് ഞാൻ സംസാരിച്ചു, അവരുമായിട്ട് ഇടപെട്ടു. ചില പ്രസംഗത്തിലുള്ള വിഷയങ്ങൾ എനിക്ക് പറഞ്ഞു വന്നു. ഉദാഹരണമായിട്ട് എന്നോട് പറഞ്ഞു, എല്ലാ സ്ത്രീകളും പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അബോർഷൻ നടത്തരുത്, വിവാഹമോചനം നടത്തരുത്. അതുപോലെ തന്നെ എല്ലാവരും പറയാൻ പറഞ്ഞു, അച്ഛന്മാരോട് വരെയും പറയണം. ഈ മൊബൈലും മറ്റ് യന്ത്രങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ച് മനുഷ്യൻ മോശമാക്കരുത്. ഞാൻ കണ്ടതാണ്. ശുദ്ധീകരണത്തിൽ കിടക്കുന്നവര് കയ്യിലെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും പിടിച്ചതിൻ്റെ ഇടയ്ക്ക് വന്നു.
ഞങ്ങൾ ഈ തീ കിടക്കേണ്ടി വന്നതിന് കാരണം ഇതാണ്. പ്രിയപ്പെട്ട അച്ഛ, പറയണം പ്രസംഗത്തില് പച്ചക്ക്. അച്ഛൻ ജീവിച്ചിരിക്കുന്നവനാണ്. അച്ഛനെ പറ്റി ഒരു കഥയല്ല എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇതൊക്കെ പറയുന്നതിന് കാരണം അത് യേശുക്രിസ്തു ജീവിക്കുന്നു, നാമും ജീവിക്കുന്നു. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനോട് ഒപ്പമുള്ള ജീവിതമാണ്. നമ്മുടെ സ്നാനം മുതൽ നമ്മൾ മരിക്കുന്നില്ല. അപ്പോൾ നിത്യതയുണ്ട്. അതിനായിട്ട് കാത്തിരിക്കണം. ഇനി ഞാൻ നിത്യതയെ കണ്ട ആളുകളെല്ലാം സന്തോഷം, ശുദ്ധീകരണത്തിൽ കിടക്കുന്നവരായാലും സന്തോഷത്തിന്റെ ആളുകളെ കണ്ടത്. സ്വർഗത്തിലെ സന്തോഷമാണെന്ന് പറയാതെ നമുക്കറിയാമല്ലോ. സ്വർഗം സന്തോഷമാണ്. ശുദ്ധീകരണത്തിലും സന്തോഷത്തിൽ അവർ കിടക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവരുടെ വലിയ പ്രതീക്ഷ എന്താണ്? കർത്താവിനെ നേരിട്ട് കാണാം, സ്വർഗത്തിൽ പോകാം. അതാണ് നരകവുമായിട്ടുള്ള വ്യത്യാസം. നരകത്തിൽ ആ പ്രത്യാശയില്ല, എന്നേക്കും നരകത്തിലാണ്. എന്നാൽ ശുദ്ധീകരണമാക്കൊക്കെ അറിയാം. അപ്പൊ ആ സന്തോഷം അവിടെ കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അത് ഞാനിപ്പോൾ ആ സംഭവത്തിന് ശേഷം എന്റെ പ്രാർത്ഥനകളിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ ബെഡിൽ പോകും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു ദിവസം 2 മണിക്കൂർ ഉറങ്ങിയാൽ വലിയ ഉറക്കമാകട്ടോ എനിക്ക്. അതുപോലും എനിക്കില്ല. കാരണം വേദന. കർത്താവ് മനഃപൂർവ്വമായി വേദന എനിക്ക് തന്നത്. എന്നാ ഉറക്കളച്ച് പ്രാർത്ഥിക്കുക. അത് ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ പ്രിയമുള്ളവരെ, ലോകത്തുള്ള നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല, കർത്താവ് എന്നെ ശുദ്ധീകരണത്തിൽ കൊണ്ടുപോകും. ഞാൻ അവിടെയുള്ള ആത്മാക്കളെ കാണും, അവരൊത്ത് പ്രാർത്ഥിക്കും. ഞാൻ അവരുടെ പാപങ്ങളേറ്റ് ഈശോയോട് പറഞ്ഞ് മാപ്പ് മേടിക്കും. അവരൊന്നിച്ചുള്ള ആ പ്രാർത്ഥനയ്ക്ക് വലിയ അനുഭവങ്ങളാണ്, പറഞ്ഞാൽ തീരില്ല. പ്രിയമുള്ളവരെ, അതൊക്കെ എൻ്റെ ഈ അടുത്ത നാൾ എഴുതിയ പുസ്തകത്തിൽ ശുദ്ധിയാത്മാക്കളോട് കൂടെ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ, ഇതൊക്കെ സത്യങ്ങളാണ്, ഒരു മിഥ്യയല്ല, കഥയല്ല. ജീവിച്ചിരിക്കുന്ന മഞ്ഞാക്കളച്ചനാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ മരിച്ചു ചെന്നെപ്പറ്റി ആരെങ്കിലും എഴുതിയതല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നു, നിങ്ങളുടെ മക്കൾ, അത് ഞാൻ സ്വപ്ന എന്നോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ മുതൽ, അതിനുശേഷം രേണു എന്നെ പലപ്പോഴും വിളിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു വിഷയന്റെ ടെലഫോണിന്റെ കുഴപ്പമായിരിക്കാം. ഏതായാലും ശരി, അത് സ്വപ്ന എന്നെ വിളിച്ച നിമിഷം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ പലരെയും ഞാൻ കണ്ടു സന്തോഷത്തോടെ. ഇന്ന് രാവിലെയും പ്രാർത്ഥനാ സമയത്ത് മാലാഹമാരെ പോലെ എൻ്റെ തോളിലും മടിയിലൊക്കെ അതിൽ ചിലർ വന്നിരുന്നു. എന്നിട്ട് എനിക്ക് നേരിട്ട്, ഞാൻ ഈ ഭൂമി ഒഴിച്ച് അവർ നിങ്ങളുടെ മക്കൾ ആരെയും കണ്ടിട്ടില്ല. അവർ ഐഡന്റിഫൈ ചെയ്തു. അവർ പറഞ്ഞു, ഞാനിതാണ് എൻ്റെ അമ്മ. ഇന്ന് അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, ഇന്ന് അമ്മ അച്ഛനോട് പ്രാർത്ഥിക്കും. ഞാൻ സ്വർഗത്തിലാന്ന് പറയണേ കേട്ടോ അച്ഛാ. അതെ, അപ്പൊ ഞാൻ ഈ സന്തോഷവരം കേട്ട് അവരെ ഓമനിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് മടിയിലിരിക്കുകയും എൻ്റെ ചുറ്റും ഈച്ച വരുന്ന പോലെ എന്ന് പറയാം. ഈ കുട്ടികൾ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ കുട്ടികൾ വന്നു. ഇത് വിശ്വസിക്കൂ മക്കളെ, ഞാൻ നുണ പറയല്ല, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയല്ല. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പലരും കരിസ്മാറ്റിക് ധ്യാനമൊക്കെ ദാനിയേൽ അച്ഛൻ്റെ കൂടെയും മറ്റ് വിശുദ്ധരായ വൈദികരുടെ കൂടിയിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടി, ആന്തരിക സൗഖ്യം കിട്ടിയവരാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിൽ പ്രിയമുള്ളവർ, നിങ്ങളുടെ സന്തോഷം കൂടുതൽ പൂർത്തിയാകാൻ വേണ്ടി പറയാം. അത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, 2 ബന്ധങ്ങൾ ഈ ലോകത്തിൽ. 2 ബന്ധങ്ങളുണ്ട്. ഒന്ന് ആത്മീയ ബന്ധം, മറ്റൊരു ശാരീരിക ബന്ധം, ജഡിക ബന്ധം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആ ശാരീരിക ബന്ധം, ജഡിക ബന്ധത്തിലാണ്. അപ്പോൾ നമുക്ക് ആത്മീയ ബന്ധം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും. എനിക്ക് അത് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് നിങ്ങളോട് പറയുന്നു മക്കളെ. നിങ്ങൾ പരിശുദ്ധവും നിർമ്മലവും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ ജീവിക്കുക. ഇവിടെ ഉപദേശമായിട്ട് എൻ്റെ സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഒരു ഉപദേശം എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്വർഗത്തിൽ വെച്ച് പലരെയും കണ്ട കൂട്ടത്തിൽ മക്കളില്ലാത്ത ദമ്പതികളെ കണ്ടു. ഹല്ലേലൂയ. പ്രായമുള്ളവര് 80 കഴിഞ്ഞ് മരിച്ച 2 പേരും ഒത്തിരി സന്തോഷത്തോടെ സ്വർഗത്തിൽ 2 പേരെയും കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞെന്താണ്? അച്ഛൻ എനിക്ക് ഏറെ സന്തോഷം. ഞാൻ ചോദിച്ചു, കാരണം മക്കൾ ഒത്തിരി ഉണ്ടോ? കൊച്ചു മക്കളുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് മക്കൾ തമ്പുരാൻ തന്നില്ല. അപ്പോഴേക്ക് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ അനിയത്തിമാരെ, പെങ്ങന്മാരെ, എൻ്റെ മക്കളെ, ഞാൻ മക്കളെ ഞാൻ സാധാരണ വിളിക്കുന്നത്. എനിക്കും പ്രായമായി, 78 വയസ്സായി. എനിക്ക് മക്കളെ വിളിക്കാൻ നിങ്ങൾ വിളിച്ചോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ മക്കളായിട്ട് ഞാൻ സ്നേഹിക്കുകയാണ്. അവർ പറഞ്ഞെന്താണെന്നറിയാമോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 200-300 സ്വർഗത്തിലെ കുട്ടികൾ ഓടി വന്നാണ് സന്തോഷത്തോടെ. അനുമാനിച്ചോ മനുഷ്യൻ? സ്വർഗത്തിലെ പിള്ളേരെന്ന് പറയുമ്പോൾ മലഹാമാരെ പോലെ ഇങ്ങനെ പറന്നാ വരുന്നത്. വെള്ളവസ്ത്രമെല്ലാം ധരിച്ചു.
ഇതെല്ലാം എൻ്റെ മക്കളാണ്. ആ തന്ത അപ്പം പറഞ്ഞു, ഇതെല്ലാം എൻ്റെ മക്കളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങളുടെ മക്കളായ മറ്റുള്ളവരുടെ മക്കളല്ലേ? അല്ല അച്ഛാ, ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി മക്കളുണ്ടാകില്ല. ഞാൻ മച്ചനും എൻ്റെ ഭാര്യ മച്ചിയാണ്. അന്ന് മുതൽ ഞങ്ങൾ തീരുമാനിച്ചു, കാണുന്ന കുട്ടികളെയെല്ലാം മനസ്സുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുക. മനസ്സുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് എടുക്കുക, മക്കളാക്കി. അനാഥമായിട്ടല്ല, എല്ലാ മക്കളും. അവർ പള്ളിയിൽ പോകുമ്പോഴും വഴിയെ പോകുമ്പോഴും കുട്ടികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറയും, അതെൻ്റെ മോൾ ഈശോയെ, അതെൻ്റെ മോൻ ഈശോയെ, അവനെ അനുഗ്രഹിക്കണം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അത് ലോകത്തെ ഏത് മക്കളെ കണ്ട, കൊച്ചു മക്കളെ കണ്ടാലും എൻ്റെ മക്കളാണ്, എൻ്റെ മക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും മതമല്ല, ഉള്ള പണം കൊണ്ടും ഞങ്ങൾക്ക് ചെലവിന് മിച്ചമുള്ളതല്ല ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു, അവരെ സഹായിക്കാൻ. അനാഥശാലയിൽ അല്ലെങ്കിൽ വീടുകളിൽ അവരെ സ്നേഹം എങ്ങനെ അറിയിക്കാം, അങ്ങനെയല്ല. പല അനാഥശാലകൾക്കും അത് കൊടുത്തു. ഞങ്ങൾ ഞങ്ങളുടെ ബിൽപത്രം എഴുതി വെച്ചത് 2 അനാഥശാലകൾക്ക് ഞങ്ങളുടെ വീടും പുരയിടവും കൊടുക്കാനാണ്. അതുകൊണ്ട് ഈ മക്കളെല്ലാം ഞങ്ങളുടെ മക്കളാണ്. എനിക്ക് അതുകൊണ്ട് പ്രിയ ചേച്ചിമാര്, അതെ അനിയത്തിമാര്, മക്കള്, ഇത് ഒരു ഉപദേശമായിട്ടെടുക്കും. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന, നിങ്ങളുടെ വയറ്റിൽ പിറന്ന കുട്ടി സ്വർഗത്തിൽ പോയി, ശരി. എന്നാൽ ധാരാളം കുട്ടികളെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും, ദത്തെടുക്കാൻ കഴിയും. ദത്തെടുക്കൽ തുടങ്ങി തമ്പുരാൻ ആദ്യം. നമ്മളെല്ലാം ദത്തുമക്കളാണ്. ദൈവത്തിൽ ഒരു മകനേ ഉള്ളത്, യേശു. പരിശുദ്ധാത്മാവിലൂടെ നമ്മളെല്ലാം ദത്തുമക്കളാണ്. എങ്കിൽ അത് വലിയൊരു ക്രിയയാണ്, ദൈവത്തിന്റെ ക്രിയയായി ദത്തെടുക്കൽ. അതെ, നിങ്ങൾ കാണുന്ന കുട്ടികളെല്ലാം മനസ്സിൽ കാണുക, എൻ്റെ കുട്ടിയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി ആദ്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉപകാരം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മനസ്സിൽ കണ്ട് കഥാനുഭവി നിങ്ങളുടെ മനസ്സിൽ കാണുന്നതെല്ലാം ഈശോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈശോ അനുഗ്രഹിക്കുന്ന നല്ല കുട്ടിയായി ജീവിക്കാൻ അനുഗ്രഹം കൊടുക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കും. ഇനി ചില കുട്ടികൾ നേരിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും, സഹായിക്കൂ. സ്നേഹം പ്രകടിപ്പിക്കൂ, സഹായം കൊടുത്തു. അതെ, അങ്ങനെ നിങ്ങൾക്ക് ധാരാളം മക്കൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വലിയ അമ്മമാരാകുക. അത് ഈ സ്വർഗത്തിലേക്ക് പോയ മകനെയോ മകളെയോ മാത്രം, മക്കളെ മാത്രം ഓർത്തിരിക്കാതെ ഇപ്പോൾ 2 കാലേ നടക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളേതാണെന്നൊന്ന് കാണുക. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിലേ പറ്റും. ആ കൃപയുണ്ടെങ്കിൽ. ഇതാണ് പരിശുദ്ധ കന്യാമറിയം ആ കുരിശിൻ ചുവട്ടി വെച്ച് ആ കുരിശെ നോക്കിയപ്പോൾ ഏകമകൻ അതിദാരുണമായി കൊലപാതകയെ പോലെ ക്രിമിനലായിട്ട് മരിക്കുമ്പോൾ നിന്നത് അവിടെയുള്ള സന്തോഷം. എൻ്റെ ഈവനിലൂടെ ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, അവരെല്ലാം എൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ഞാൻ ആ അമ്മയാണ് അത് കാണുന്ന കുരിശിന്റെ ചുവട്ടിൽ സന്തോഷത്തോടെ നിൽക്കുക. അതുകൊണ്ടാണ് നിരത്ത് കിടന്ന് ബഹളം വയ്ക്കാഞ്ഞത്. ജീവന്റെ ഈ മരണത്തിലൂടെ കോടിക്കണക്കിന് ജനം എൻ്റെ മക്കളാകുന്നു, അവരെല്ലാം ദത്തെടുത്തു. അത് ഇന്ന് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെ അമ്മയെന്ന് വിളിക്കുന്നു. ആ അമ്മ കണിശമായിട്ടും എന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നത്, വാത്സല്യിക്കുന്നത് സ്വന്തം മകനും മകളുമായിട്ടാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നിങ്ങൾ ആന്തരിക കണ്ണുകൾ തുറക്കണമേ. അതുകൊണ്ട് നമുക്ക് ധാരാളം മക്കളെ സ്വന്തമാക്കാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ഈ യുഗത്തിൽ തലമുറയെല്ലാം മോശമാണ്. നമുക്കറിയാം, മദ്യമായിട്ടും മയക്കുമരുന്നായിട്ടും അശീലമായിട്ടും മോശമാകുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം. അത് ഉപരിയായിട്ട് നിങ്ങളൊന്ന് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ സ്വന്തമായി നിങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നും. വിഷമത്തോടെ പ്രാർത്ഥിക്കണം. കണ്ണീരോടെ പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ ഇതാ കള്ളു കുടിച്ച് നടക്കണം, എൻ്റെ മകൻ ഇതാ മയക്കുമരുന്ന് അടിമയാണ്, എൻ്റെ മകൻ ഇതാ അശുദ്ധിയിൽ ജീവിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ പറഞ്ഞ മക്കനോടോ മകളോടോ ഏത് സ്നേഹമുണ്ടായിരുന്നു, ഈ സ്നേഹം കൊണ്ട് കർത്താവിനോട് പറയും. ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്ന്. ഇത് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ആശ്വസിപ്പിക്കാനല്ല. നിങ്ങൾക്കറിയാം, ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി അധികാരികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കും, അവൻ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ അബോർട്ട് ചെയ്ത
പൂണകത്തിയിൽ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഡോപ്റ്റ് ചെയ്യും ഞാൻ അവർക്ക് മാമോദിസ കൊടുക്കും. ചിലപ്പോൾ ചില അമ്മമാര് അതായത് വയറ്റി വെച്ച് എന്നെ കൊച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ പോയി ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 6 മാസമോ 2 മാസമോ ആയിരിക്കും. പേര് കൊടുത്ത് മാമോദിസ കൊടുക്കും, ആത്മീയ മാമോദിസ. ഏറെ കുട്ടികൾ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം ഗർഭചിത്രം വഴി അബോർട്ട് ചെയ്തും മരിച്ചു. ഒരു പക്ഷെ ആരും അവരെ മാമോദിസ കൊടുത്തിട്ടില്ല. അവരെയൊക്കെ ഞാൻ മാമോദിസ കൊടുക്കും. ഞാനിപ്പോൾ കാണുന്നത് മലഹമാരെ പോലെ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇനി ഞാനൊന്ന് പറയട്ടെ, ഞാൻ ധ്യാനങ്ങൾ ഇപ്പോഴും നടത്തുന്ന ആളാണെന്നറിയാമല്ലോ. വീൽ ചെയറിലാണ്. വയസ്സ് ഇത്രയായെങ്കിലും അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എൻ്റെയൊക്കെ ഒരു പക്ഷേ വീഡിയോകൾ കണ്ടു കാണും. യൂറോപ്പിലൊക്കെ 10,000-കണക്കിന് ആളുകൾ വരുന്ന കൺവെൻഷൻസാണ് ഞാൻ നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്ക വരും. അത് ഒരു പക്ഷേ രാത്രിയുടെ യാമങ്ങളിലാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികളോട് വരും. എന്നിട്ട് എന്താ പറയുന്നത് അറിയാമോ? എൻ്റെ അപ്പനും അമ്മയും ധ്യാനത്തിൽ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ മൂത്ത ചേച്ചി വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി 3 കുട്ടികളെ കളഞ്ഞതാണ്. അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും, പേരും പറയും. ചിലപ്പോൾ പറയും രോഗിയാണ്, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, എൻ്റെ പപ്പായ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, വരുന്നുണ്ട് അച്ഛൻ്റെ ധ്യാനത്തിൽ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും പേരെന്താ? അപ്പൊ പേരും പറയും. ഞാനൊരു കടലാസ് അത് കുറിച്ചു വെക്കും. എന്നിട്ട് ഈ കൺവെൻഷൻ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത് ആ പേര് വിളിച്ചു പറയും. അവരവിടെ ഉണ്ട്, അവർക്ക് സൗഖ്യവും കിട്ടും. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ പറയും, അച്ഛാ അച്ഛൻ ധ്യാനം വയ്ക്കുമ്പോൾ ഞങ്ങളും ഉണ്ടായിരിക്കും ഈശോയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് വേണ്ടി. ഞാൻ പറയുന്നു, ഈ ലോകത്തിൽ ധാരാളം പേര് എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്നാൽ അതിനുപരിയായി ചൂടുള്ള ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ പണ്ടേ മണ്ണോട് മണ്ണ് ചേരേണ്ട മഞ്ഞാക്കലച്ചൻ ഇപ്പോൾ നല്ല ചുഴിയുറുപ്പുള്ളവനായിട്ട് ഓടി നടന്ന് വചനം പോഷിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മരണം മൂലം വേർപെട്ടവരുടെ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിലേറ്റവും വലിയ ശക്തിയുള്ള പ്രാർത്ഥന, നിഷ്കളങ്കമായ പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങളുടെയാണ്. നിശ്ചയമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഇന്ന് രാവിലെ എൻ്റെ അടുക്കൽ വന്നത്. ഞങ്ങളുടെ അമ്മച്ചിമാരുണ്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അച്ഛാ എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ ചിലരുടെയൊക്കെ പേരുകളും തന്നു. ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ അതിൽ 5-6 പേര് ഞാൻ കണ്ടതാണ്. എല്ലാം എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയില്ല, എഴുതിയെടുക്കാനും പറ്റിയില്ല. മക്കൾ പറഞ്ഞ ചില പേര് ഞാൻ എൻ്റെ ബൈബിളിനകത്ത് കടലാസ് എഴുതി വെച്ചു. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതൊക്കെ. പ്രേമലൂർ ഞാൻ പറയുന്നത് സത്യമാണ്. ജീവിതമുണ്ട്. ആ ജീവിതം ഈ ലോകത്തിൽ മാത്രമല്ല. നമ്മുടെ കർത്താവിൽ നിന്നു നമ്മുടെ പൗരത്വം പൗരസ്യ പറയുന്നല്ലോ സ്വർഗത്തിലാണ്. യഥാർത്ഥ പൗരത്വം നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ 3:20. ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുവാനല്ല നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഇരുന്നത്. കുറെ സത്യങ്ങൾ, നഗ്നമായ സത്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആയിരുന്നു. ചിലതാണ് ഞാൻ പങ്കുവെച്ചത്. അത് പ്രിയമുള്ളവരെ, നിങ്ങൾ സന്തോഷവതികളായിരിക്കൂ, സന്തോഷം ഉള്ളവരായിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കർത്താവിന് മുമ്പിൽ കണ്ടുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, അവരോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല അവരോട് പറയണം ലോകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ലോകത്തിലെ പ്രശ്നങ്ങൾ പറയുന്ന അവരെ കൂടെ നേപ്പിച്ചു. അവർ കർത്താവിൻ്റെ കൂടെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നേക്കാൾ ഫലമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾക്ക് കേൾപ്പിക്കൂ. നിങ്ങളുടെ മക്കൾ ആദ്യമേ വിശുദ്ധരാണ് എന്ന ബോധ്യമുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള എല്ലാവരും വിശുദ്ധരാകട്ടോ. വിശുദ്ധർക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അറിയാമല്ലോ. അശുദ്ധരാരും സ്വർഗത്തിൽ പോകത്തില്ല, പോകാനും പറ്റില്ല. നമ്മൾ കത്തോലിക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് പുണ്യവാൻ എന്ന് പറയുമ്പോൾ ഈ റോമ മാപ്പാപ്പ വിളിച്ചു പറഞ്ഞവർ മാത്രമേ ഉള്ളെന്ന് എന്ന് പറഞ്ഞാൽ പേര് വിളിക്കപ്പെട്ട പുണ്യവാന്മാർ രൂപക്കൂട്ടിലിരിക്കുന്ന പുണ്യവാന്മാരെ ഉള്ളെന്ന് അല്ല. കർത്താവ് ഞാൻ ഓർക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോയി ഞാൻ പത്രോസിന്റെ അടുക്കയിൽ നിന്ന് ആ കോണി കയറിക്കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് കടല് പോരാ, കോടിക്കണക്കിന് നിങ്ങൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ. അതിലൂടെ ഞാൻ വലിയ പ്രകാശം കണ്ടു. കഥാനെ എനിക്ക് കാണണം. കൊച്ചാനിക്ക് മനസ്സിലായി, ഈശോയെ കാണും, ദൈവത്തെ കാണും, നേരെ കാണും. അപ്പോൾ ഞാൻ വഴിവെച്ച് എൻ്റെ അപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, സഹോദരങ്ങളെ കണ്ടു, സഭയിൽ മരിച്ചുപോയവരെ കണ്ടു. സ്വർഗത്തില് അവിടെ നിന്ന് നിന്നില്ല, വർത്താനം പറയാൻ തോന്നിയില്ല. എനിക്ക് മുഴുവൻ ഈശോയെ കാണും. അപ്പൊ ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം സ്വർഗത്തെ ഞാൻ പറയാം ഇങ്ങനെ ഓടാൻ പറ്റിയ പറക്കുകയായിരുന്നു. ഹല്ലേലൂയ. എനിക്കത് വിവരിക്കാൻ വാക്കില്ല. അപ്പോൾ സ്വർഗത്തില് അതായത് ഇങ്ങനെ കോടാനുകോടിയാണ്.
അവരാരുടെ പേര് വിളിക്കപ്പെട്ടവരല്ല, വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചവരുമല്ല. അതിവിശുദ്ധരായിട്ട് അവസാനം ആ വെളിച്ചത്തിന് അടുക്കാൻ ചെയ്തു. ഭയങ്കര പ്രകാശം, സൂര്യനേക്കാൾ വെല്ലുന്ന 10,000 മടങ്ങ് ആ പ്രശോഭയുണ്ട്. പക്ഷെ കണ്ണഞ്ചുന്നില്ല. അവൻ ദൈവം പ്രകാശമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു മനുഷ്യനാണ്ട് മുഖം കാണാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ ഷേപ്പ് എന്താ നിങ്ങൾക്കാണൊരു ആഗ്രഹമുണ്ട്. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ 2 വലിയ മാലാഖമാർ, വലുതെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നിയ ശാപ്പന്മാരായിരിക്കും കർത്താവിനടുത്ത് പെരുമാറുന്നവർ. തൂവി വെള്ള വസ്ത്രവുമായി കൈ മെഴുകുതിരിയാറ്റിലേക്ക് വന്നു. ഫാദർ ജെയിംസ്, ഡു യു വാണ്ട് ടു സീ ജീസസ് ഫേസ് ടു ഫേസ്? ഈശോയെ മുഖാമുഖം നിനക്ക് കാണണമോ? യെസ്. ഞങ്ങളുടെ എൻ്റെ എല്ലാ വികാരത്തോടുകൂടി പറഞ്ഞു യെസ്. എന്നും നീ നിന്റെ കൈ വിശുദ്ധ കുർബാന സമയത്ത് അവനെ മുഖാമുഖം കാണുന്നില്ലേ? എന്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്താ അത്? വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി. നീ എന്നും നിന്റെ കയ്യില് യേശുവിനെ മുഖാമുഖം കാണുന്നില്ലേ? ഇത് എൻ്റെ ശരീരം ആകുന്നു. ഓരോ ബലിയിലും നിങ്ങൾ കേൾക്കുന്ന വചനം അതല്ലേ? അപ്പം എടുത്ത് വാഴ്ത്തി, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പോ അത് പോരെ എന്ന മാലാഖമാർ എന്നോട് ചോദിച്ചത്. അതോടുകൂടി എൻ്റെ സ്വർഗാനുഭൂതി തീർന്നു. ഹല്ലേലൂയ. ഞാൻ കണ്ണു തുറന്നു. എൻ്റെ ദിവ്യസ്വപ്നത്തിൽ ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ ഞാൻ ബെഡേ കിടക്കുകയാണ്. ശ്വസിച്ചോ പ്രേമുള്ളവരെ, അതുകൊണ്ടാണ് വിശുദ്ധ ബലിയെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല മക്കൾ. വിശുദ്ധ ബലി, ആ ഈശോയെ നേരിട്ട് നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവനെ തൊടാം, നാവിൽ സ്വീകരിക്കാം, കയ്യിലെടുത്ത് സ്വീകരിക്കാം, തിന്നാം, കുടിക്കാം, നമുക്ക് അവനുമായി ഒന്നാകാം. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം മക്കളെ ഒന്ന് മനസ്സിലാക്കണം, അത് ശാരീരിക സാന്നിധ്യം ആണ്, ഒരു ആത്മീയ സാന്നിധ്യമല്ല. നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ യേശുവിടെ ആത്മീയ സാന്നിധ്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ 2 or 3 ഒന്നിച്ചു ചേരുമ്പോൾ അതൊക്കെ ആത്മീയ സാന്നിധ്യമാണ്. എന്നാൽ ശാരീരിക സാന്നിധ്യമാണ് വിശുദ്ധ ബലികൾ. ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട് സന്നിഹിതനായിരിക്കുന്നു. ആ പ്രാധാന്യം എൻ്റെ മക്കളെ മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് നിങ്ങൾ ദിവബലി പോകണം. അവിടുത്തെ പ്രാർത്ഥനയല്ല പ്രധാനപ്പെട്ടത്, അതിനകത്തുള്ള റീച്വൽസ്, രീതികളല്ല, അവിടെ കാണിക്കുന്ന പാട്ടുകളോ പ്രാർത്ഥനയോ അച്ഛൻ്റെ പ്രസംഗമോ അല്ല പ്രധാനപ്പെട്ടത്. ഇത് എൻ്റെ ശരീരം ആകുന്നു. പ്രസിദ്ധനായ ഫൾട്ടൺ ജെ ഷീൻ എന്ന് പറഞ്ഞ ഒരു ആർച്ച് ബിഷപ്പ് ന്യൂയോർക്കിലെ, ഇന്ന് അദ്ദേഹം വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടവനാണ്. അദ്ദേഹം ഒരു ക്രിസ്മസിന്റെ സന്ദേശം കൊടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ക്രിസ്മസ് ദിവസം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു വലിയ സന്തോഷത്തോടെ. അവിടെ ഏറ്റവും വലിയ എല്ലാവർക്കും അനുഭൂതി കൊടുക്കുന്ന അനുഭവം പുൽക്കൂടായിരുന്നു. ആളുകൾ ക്യൂ നിൽക്കുകയാണ്, മെഴുകുതിരിയും കൈപ്പിടിച്ച് ആ ഉണ്ണീശോയെ മുത്താനായിട്ട് പുൽക്കൂട്ടിൽ. എന്നാൽ എനിക്ക് 7 വയസ്സേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും തുത്തിൽ പിടിച്ചോണ്ട് ഞാൻ അങ്ങ് നിൽക്കുമ്പോൾ പള്ളിയുടെ നടുവിൽ അച്ഛൻ ബലിയർപ്പിക്കുന്നു. ആ അച്ഛൻ കൈ ഈശോയുടെ ശരീരം വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. അമ്മയുടെയും അപ്പൻ്റെയും കൈ ഉദരിച്ച് ഞാൻ ഓടി അൽത്താരടുക്കൽ ഈശോയുടെ ശരീരം കാണാൻ. അപ്പോൾ എൻ്റെ മനസ്സ് ഓർത്തു, ദൈവമേ, മണ്ണുകൊണ്ടുണ്ടാക്കിയ തടി കൊണ്ടുണ്ടാക്കിയ ഉണ്ണീശോയെ മുത്താൻ നിൽക്കുന്നു. ഈ ബലിയിൽ പറയുന്ന, ഈ ബലിയിൽ കടന്നു വരുന്ന ശരീരത്തോടെ വരുന്ന ഈശോയെ നോക്കാൻ ഇവരാരും ഇല്ല. എൻ്റെ അപ്പനും അമ്മയും ശരീരം. ഞാൻ ഈശോയെ നോക്കി കരഞ്ഞു പറഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ്. പ്രേമുള്ളവരെ, ഇതൊക്കെ സത്യങ്ങൾ ആണ്. ഇന്നും എന്നെ ശക്തനായിട്ട് നടത്തുവാൻ കാരണം ഈ ജീവിക്കുന്ന ഈശോ ആണ്. ഞാൻ രോഗിയായി കിടന്നപ്പോഴും ഞാൻ കോമായി കിടക്കുമ്പോഴും വിശുദ്ധ കുർബാന എനിക്ക് നാവിൽ തരുമായിരുന്നു, തുള്ളി തുള്ളിയായിട്ട് രക്തം. അതൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ വായിക്കും. എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇന്ന് ഇതാണ്. ഇനിയൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മനുഷ്യന്റെ കാര്യമല്ലേ. നിങ്ങളുടെ വിലാപങ്ങളെയും ദുഃഖങ്ങളെയും സന്തോഷമാക്കി മാറ്റണം. ഈ സന്തോഷം ഒരു വലിയ ശക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിലർക്കൊക്കെ എന്നെ അറിയാം.
ഞാൻ ഏറെ തിരസ്കൃതനായിരുന്നു എൻ്റെ വൈദിക ജീവിതകാലത്ത്. കരിസ്മാറ്റിക് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ബന്ധുക്കുശുകാരനായി അതായിരാന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിൽ എന്നെ ഒത്തിരി പേര് മാറ്റി നിർത്തി. അതിനുശേഷം കാരിസ് ഭവൻ പണിതു, വലിയ എതിർപ്പുകൾ ഉണ്ടായി. അതിനുശേഷം എന്നെ പിടിച്ചുകൊണ്ട് പോയി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 5 ദിവസം തലയും മുട്ടയടിച്ച് എൻ്റെ കൈയും കാലും മുറിച്ച് ഒരു കക്കൂസിലടച്ചു. ആ സഹനങ്ങളെല്ലാം കടന്നു. അതിനുശേഷം കേരളത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരമില്ലാതായി. എന്നെ 1 വർഷക്കാലത്തോളം പ്രസംഗിക്കാൻ അനുവാദമില്ലാതെ ബാംഗ്ലൂരിൽ സൂക്ഷിച്ചു. അതിനുശേഷമാണ് ഞാൻ യൂറോപ്പിന് പോകുന്നത്. ഞാൻ പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ ഏറെ മറ്റുള്ളവരുടെ വെറുപ്പ്, എന്നെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകൾ, തിരസ്കരിക്കൽ ഉണ്ടായി. ശാരീരികമായിട്ട് എത്ര അപകടങ്ങൾ, എത്ര വേദനകൾ. ഇനി അതുവഴിയായി കർത്താവ് ഒരു വലിയ വലിയ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. മുസ്ലിങ്ങളോട് നേരിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. 1998 മുതൽ ഞാൻ ഈ GBS ഗിലാംബറേ സിൻഡ്രോം വന്ന തളരുന്നളം വരെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോയി മുസ്ലിങ്ങളോട് നേരിട്ട് പ്രസംഗിക്കുമായിരുന്നു. അവരെ മമോസ കൊടുക്കുമായിരുന്നു. ഇതെല്ലാം പ്രവർത്തിച്ചു. അതിന് ഫലമായിട്ട് 6 തവണയെങ്കിലും ഞാൻ ജയിലിൽ കിടന്നു. ഒരു തവണ പൊതുവെ എനിക്ക് തല്ല് കിട്ടി, ചൂരപടിക്ക്. ആഹാരമില്ലാതെ 14 ദിവസം കിടക്കേണ്ടി വന്നു. പ്രിയമുള്ളവർ, ഇതൊക്കെ ഉണ്ടായെങ്കിലും ഒരു കാലം ഞാൻ പിന്നോട്ടെടുത്തില്ല എൻ്റെ സുവിശേഷ വേലയിൽ നിന്ന്. അപ്പോഴെല്ലാം എനിക്ക് ഉള്ളിൽ സന്തോഷം. ഈ സന്തോഷം നെഹെമ്യാ പ്രവാചകൻ 8:11 പറയുന്നുണ്ട്. നെഹെമ്യാ 8:11. അതെ, കർത്താവിന് സന്തോഷമായിരിക്കട്ടെ നിന്റെ ശക്തി. ഹല്ലേലൂയ. എന്നോട് പലരും ചോദിക്കും, അച്ഛൻ ഇത്രയും പ്രായവുമായി രോഗവുമായി ഇങ്ങനെ ശക്തനായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? പല കാര്യമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ശുദ്ധിയാത്മാക്കൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. ഞാൻ വ്യക്തിപരമായ ഈശോയെ കണ്ട് പ്രാർത്ഥിക്കും. മൂന്നാമതായിട്ട് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരവും രക്തവും. വലിയ ശക്തിയാണ് അനുഭവിക്കുന്നത്. പിന്നെ ആ ശക്തി നമ്മൾ അനുഭവിക്കണം. പിന്നെന്താണ്? എൻ്റെ സഹനങ്ങൾ എനിക്ക് ശക്തിയാണ്. സഹനങ്ങൾ ശക്തി. കാരണം സഹനങ്ങളെ ഞാൻ സന്തോഷമാക്കി മാറ്റി. ആ സന്തോഷം എനിക്ക് ശക്തിയാണ്. ഞാൻ ക്ലോക്കി നോക്കി, സമയം കഴിഞ്ഞു, ക്ഷമിക്കണം, കണ്ണടയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം കർത്താവേ, എനിക്കുള്ള സമയം, അലോട്ട് ചെയ്ത സമയം തീർന്നു. മണി 9:30 ഈശോയെ ഒത്തിരി പറയാനുണ്ട്. ഇനിയൊരു അവസരം കിട്ടുമ്പോൾ പറയാം. ഇല്ല എങ്കിൽ കർത്താവേ, ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ഇവർ ധ്യാനിക്കുവാനും കൂടുതലായിട്ട് വചനം ഉള്ളിൽ കേൾക്കാൻ, അതനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും ഇടയാക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. കർത്താവ് ഈശോയെ, സ്വർഗത്തിലായിരിക്കുന്ന ഇവരുടെ മക്കളെ കണ്ടുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കാൻ ഒരു മകളെ പോലും അനുവദിക്കും. അവരെ കണ്ട് സന്തോഷിച്ച് സ്തുതി പറയുവാൻ അനുവദിക്കും. ആ സന്തോഷം ഇവരുടെ ജീവിതത്തിന്റെ ശക്തി ആയിരിക്കട്ടെ. കർത്താവേ, അങ്ങ് കൊടുക്കുന്ന സന്തോഷമായിരിക്കട്ടെ ജീവിതത്തിന്റെ ശക്തി. ആ ശക്തിയിൽ കർത്താവ് കാവുമ്പിഴം സുവിശേഷ പ്രഘോഷണം ചെയ്യുവാൻ ഇടയാകട്ടെ. ഇവിടെ തന്നെ മാത്രമല്ല, മനം മൂലം വേർപെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ചുറ്റും കാണുന്ന കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട്, ദത്തെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ കർത്താവ് ഏറെ മക്കളുടെ അമ്മമാരാക്കി ഇവരെ മാറ്റണം. കർത്താവ് സ്തോത്രം. കർത്താവിലേക്ക് ആത്മാവിനെ വർഷിക്കൂ, അയക്കൂ. അമ്മേ, പരിശുദ്ധ അമ്മേ, നിന്റെ മാതൃഹൃദയത്തിലേക്ക് എൻ്റെ ഈ മക്കളെ അർപ്പിക്കുന്നു. എൻ്റെ വചന ശുശ്രൂഷയെ പങ്കുകൊണ്ട, ഈ സൂമിൽ പങ്കുകൊണ്ട് എല്ലാവരും, പക്ഷേ ചിലരൊക്കെ പിന്നീട് കേൾക്കുന്നുണ്ടായിരിക്കും, ഇത് അവരെയും അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭർത്താക്കന്മാരെയും അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തുപോയി, എന്തുകൊണ്ട് ഇത് അമ്മമാരുടെ മാത്രം ഒരു കൂട്ടായ്മ? അപ്പന്മാരും വേദന അനുഭവിച്ചവരല്ലേ? നിശ്ചയമായിട്ടും വയറ്റിൽ പേറിയില്ല എങ്കിലും ഇവർ ഗർഭം ധരിച്ച നിമിഷം മുതൽ അപ്പന്മാരെ മനസ്സിൽ കണ്ട് അവളെങ്ങനെ പ്രസവിക്കും, ഇങ്ങനെ ഓർത്ത് ആ കുട്ടിയെ കാത്തിരുന്നവരാണ്. അങ്ങനെ വേദനയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ അർപ്പിക്കുന്നു ഞാൻ. ഒരു വിഷയ കൂട്ടായ്മയിലോ വേറൊരു കൂട്ടായ്മയോ അവർക്ക് വേണ്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ആശിച്ചതും പങ്കുവയ്ക്കുന്നു. കർത്താവ് ഈശോ ഈ നിമിഷം ഇവരെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിക്കും. അമ്മേ, ഇവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച് കൂട്ടായിരിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, എന്നിൽ കനിയണമെന്നും കരുണാനിധേ,
ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ, ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ, പരിശുദ്ധയാണു നീ. പരിശുദ്ധ കന്യ മറിയമേ എന്നിൽ കനിയേണമെന്നും കരുണാനിധേ. കർത്താവേ, ഇവരോരോരുത്തരെ, ഇവിടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുറിവിട്ട ഹൃദയത്തിൽ അർപ്പിച്ച് ഞാനിപ്പോൾ ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്ന് ആശീർവദിക്കുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ആധ്യാത്മ ശുശ്രൂഷ നൽകുന്ന ഇവിടെ ആധ്യാത്മ പിതാക്കന്മാരോട് ചേരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ദാനിയേൽ അച്ഛൻ്റെയോട് എൻ്റെ മനസ്സിനെ കൂട്ടിച്ചേർക്കുന്നു. കരിസ്മയുടെ എല്ലാ വൈദികരോടും എൻ്റെ മനസ്സിനെ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന വൈദികരോട് കൂട്ടിച്ചേരുന്നു. കഥാവ് ഈ നിമിഷം കെട്ടുവാനും അടിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കാനും എനിക്ക് തന്നിരിക്കുന്ന കൃപയിലൂടെ ഈ മക്കളെ ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.